ഇന്ന് ഏതെല്ലാം പ്രശ്നങ്ങൾ മുൻപിലേക്ക് വരുന്നോ അവരെല്ലാം നീയുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ നിരപരാധിയായ പിതാശ്രീയെ അങ്ങ് ശിക്ഷിക്കരുത്. ഒരച്ഛന് ഇതിലും വലിയ ദുഃഖം മറ്റെന്താണുള്ളത്? സ്വന്തം മകളുടെ ബന്ധം തകർന്നു പോകുക. നമ്മോടല്ലേ അങ്ങേക്ക് പ്രതികാരമുള്ളത്? അത് ചെയ്തോളൂ. നമ്മോട് എന്ത് അന്യായം ചെയ്യണമെങ്കിലും ചെയ്തോളൂ. നമ്മെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിച്ചോളൂ. അഥവാ അങ്ങേക്ക് നമ്മെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊന്നോളൂ. ഇല്ല ജോത, അഥവാ നാം നിന്നെ കൊന്നാൽ പിന്നെ ശിക്ഷ ആർക്കാണ് നൽകുക? നാം നിന്നെ കൊല്ലുകയില്ല. നിന്നെ എത്രമാത്രം കുറ്റപ്പെടുത്താമോ, എത്രമാത്രം വേദനിപ്പിക്കാമോ, അങ്ങനെ നിനക്ക് മരണമാണ് ഭേദമെന്ന് തോന്നും. നീ നമ്മുടെ മുന്നിൽ വീണ് കേണപേക്ഷിക്കും സ്വന്തം മരണത്തിനായി. പക്ഷേ നാം നിന്നെ മരണത്തെക്കാൾ ഭയാനകമായ അവസ്ഥയിലെത്തിക്കും. ഇതുചിതമല്ല. അവർ നമ്മുടെ ബന്ധുക്കളാകാൻ പോകുന്നു എന്നതുകൊണ്ട് മാത്രം ശിക്ഷ നൽകുന്നത്. നീ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോളൂ ജോത. കാരണം നീ ചിന്തിക്കുന്നത് പോലെ അല്ല നാം ചിന്തിക്കുന്നത്. നാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് പറയാൻ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഇതുവരെ ഒരു തെളിവും കിട്ടിയില്ലെന്ന്. വിഡ്ഢികളാണ് നിങ്ങൾ എല്ലാവരും. ഇതുവരെ ഒരു തെളിവും നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലെന്നാണോ? ഇത്രയധികം കണ്ണുകൾ ഉണ്ടായിട്ടും ഒന്നും കണ്ടെത്താനായില്ലെന്നോ? ഞങ്ങളോട് ക്ഷമിക്കും മഹാമംഗേ. പക്ഷെ ജോതയോ അവരുടെ ആളുകളോ ഒരു തെളിവും ബാക്കി വെച്ചിട്ടില്ല. ആരും അറിഞ്ഞുകൊണ്ട് തെളിവൊന്നും ബാക്കി വെക്കാറില്ല വിഡ്ഢി. തെളിവുകൾ അബദ്ധവശാൽ അവശേഷിക്കുന്നവയാണ്. അത് കാണുന്നതിനും കൈക്കലാക്കുന്നതിനും ആദ്യം കണ്ണുകളാണ് വേണ്ടത്. അത് നിങ്ങളുടെ പക്കലില്ല. പിന്നെ പടച്ചവന്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 2 ചെവികൾ വീതം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ഉപയോഗിക്കുന്നത്. നാം തെറ്റുകാർക്കെതിരായി തെളിവുകൾ ഹാജരാക്കാമെന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും നാം തെളിവ് നൽകിയേ അടങ്ങൂ. തെളിവ് ലഭിക്കുന്നത് വരെ നിങ്ങൾ ആരും മുഖം പോലും പുറത്ത് കാണിക്കരുത്. എല്ലാവരും ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. തുറക്കൂ ഇത്. മഹാമംഗേ, ഒന്ന് വെറുതെ വിടൂ. എല്ലാം നാം തന്നെ ചെയ്തുകൊള്ളാം. അഥവാ നിനക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ചെയ്ത് കഴിയുമായിരുന്നു. തെളിവ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നേനെ. പോകൂ ഇവിടെ നിന്നും. ഒരു പ്രധാന കാര്യം പറയാനാണ് നിങ്ങളെ എല്ലാവരെയും ഇവിടേക്ക് വിളിപ്പിച്ചത്. നാം സുജാൻപൂരിനെതിരായി യുദ്ധത്തിന് ആഹ്വാനം ചെയ്യാൻ പോവുകയാണ്. ഷഹൻഷാ, അങ്ങേക്ക് നന്നായി അറിയാവുന്നതാണ്. സുജാൻപൂരിലെ കുമാരൻ രത്തൻ സിംഗുമായി നമ്മുടെ മകൾ സുകന്യയുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, സുജാൻപൂരിലെ രാജാവും അദ്ദേഹത്തിന്റെ മകനും കൊള്ള നടത്താൻ വരുന്ന കൊള്ളക്കാരെ സംരക്ഷിക്കുന്നുവെന്ന്? അവർ ശിക്ഷയ്ക്ക് അർഹമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ആ ജോലി മുഗൾ വംശത്തിന്റെ പരിധിയിൽ വരുന്നതുമാണ്. നാം നമ്മുടെ സ്ഥലത്ത് അങ്ങനെ ഒരു അനീതി അനുവദിക്കുകയില്ല. അവർ നമ്മുടെ ആശ്രിതർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. പരാതി ലഭിച്ചിട്ടുണ്ട് നമുക്ക്. ഒരു നിരപരാധിയെ കൊള്ളയടിച്ചുവെന്നും അയാളുടെ മകനെ കൊന്നുകളഞ്ഞുവെന്നും. നമ്മേക്കാൾ അധികമായത് ആർക്കും മനസ്സിലാകില്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ടാലുള്ള വേദന എന്താണെന്ന്. അതിനാൽ ഈ യുദ്ധം ചെയ്യാനായി നാം സ്വയം തീരുമാനിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ബന്ധു എന്ന നിലയിൽ അങ്ങും നമ്മെ സഹായിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ ഷഹൻഷാ, അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ മകളുടെ ബന്ധം തകർന്നു പോകും. നമുക്കിപ്പോ തന്നെ അറിയേണ്ടതാണ് അങ്ങേക്ക് ഏത് ബന്ധമാണ് പ്രധാനമെന്ന്. ഇതുവരെ ബന്ധം സ്ഥാപിച്ചിട്ടില്ലാത്ത അവരോ, ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ ഞങ്ങളോ? ജോധാബീഗോ അങ്ങയുടെ മകൾ തന്നെയല്ലേ? അതിനാൽ മുഗൾ വംശത്തിന്റെ ബന്ധു എന്ന നിലയിൽ ഈ സമയം അങ്ങേക്ക് വിശ്വസ്തത തെളിയിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത് അങ്ങാണ് രാജാവ് ബാർമൽ. കാരണം എന്ത് തീരുമാനമെടുത്താലും അങ്ങയുടെ ഒരു മകളുടെ ഭാവി അപകടത്തിലാണ്. ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. എന്നിട്ട് പറയൂ, നിങ്ങൾ എന്ത് തീരുമാനമെടുത്തുവെന്ന്.
നീ നമ്മെ കാണാൻ ആഗ്രഹിച്ചു റുക്കിയ? മനസ്സിന് സമാധാനം കിട്ടാനായി? മനസ്സിന് സമാധാനം കിട്ടുന്ന വഴിയൊക്കെ അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ ജലാൽ. സുജാൻപൂരിൽ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട്. ആ യുദ്ധം കൊണ്ട് നിനക്ക് എന്ത് സമാധാനമാണ് ലഭിക്കുക? കാരണം ഈ യുദ്ധത്തിലൂടെ ജോധാ ബീഗത്തിന്റെ സമാധാനമില്ലാതാകും. സുജാൻപൂരിലാണ് ജോധാ ബീഗത്തിന്റെ അനുജത്തിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിന്റെ വാർത്ത കേട്ടാൽ ആ പാവത്തിന് സമാധാനമായി ഉറങ്ങാൻ സാധിക്കില്ല. അവളെ ആ അവസ്ഥയിലാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നാം ചെയ്തു റുക്കിയ. നീ അതല്ലേ ആഗ്രഹിച്ചത്? ആ കുറ്റക്കാർക്ക് അങ്ങനെ ഒരു ശിക്ഷ നൽകണമെന്ന്. മരണത്തെക്കാൾ ഭീകരമായ ഒന്ന് നാം അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. നാം സുജാൻപൂരിൽ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. എന്നാൽ ജോധയുടെ ഭാവി ബന്ധുക്കളെ വധിക്കാനായി നാം നമ്മുടെ ഉടവാൾ ഉപയോഗിക്കുകയില്ല. അതെന്താ? അങ്ങേക്ക് ജോധാ ബീഗത്തോട് ദയ തോന്നുന്നുണ്ടോ? ദയയോ? അത് നമ്മുടെ പക്കൽ ഇല്ലാത്ത ഒന്നാണ്. പിന്നെന്തുകൊണ്ടാണ് അങ്ങ് അങ്ങയുടെ വാൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞത്? കാരണം നമുക്ക് ചുറ്റും മറ്റു വാളുകൾ ധാരാളമുണ്ട്. റുക്കിയ, കൂടുതൽ വേദന ഉണ്ടാകുന്നത് അപ്പോഴാണ് മുറിവേൽക്കുന്നത് സ്വന്തം വാൾ കൊണ്ട് തന്നെ ആകുമ്പോൾ. ഈ യുദ്ധത്തിൽ സുജാൻപൂരിലുള്ളവരെ വധിക്കുന്നത് അവരായിരിക്കും. അവരെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുന്നത് അവരായിരിക്കും. സ്വന്തം സഹോദരിയുമായി ബന്ധമുറപ്പിച്ചവർ തന്നെ. അപ്പോൾ വേദനിക്കുന്നത് ജോധയ്ക്കായിരിക്കും. ജോധയെ ഇത്രയും വെറുക്കുന്നുണ്ടെങ്കിൽ പിന്നങ്ങ് നിക്കാഹ് ചെയ്ത് എന്തിനാണ്? കാരണം അവൾ നമ്മുടെ ലക്ഷ്യമായിരുന്നു. നാം അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു, സ്വന്തമാക്കി. അവൾ നമ്മുടെ ആഗ്രഹപൂർത്തിയുടെ അടയാളമാണ്. പക്ഷെ നമുക്കറിയില്ലായിരുന്നു അവൾ പകരം വീട്ടുന്നത് നമ്മുടെ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ടാകുമെന്ന്. ഇനി അവൾ ആ ദിവസം ഓർത്ത് പശ്ചാത്തപിക്കും, നമ്മോട് പകരം വീട്ടണമെന്ന് ചിന്തിച്ച്. ഈ 10 ദിവസവും നാം അവളെ നിമിഷം പ്രതി വേദനിപ്പിക്കും, നിമിഷം പ്രതി. പിന്നെ 10 ദിവസത്തിന് ശേഷം പരോ ഗ്രാമത്തിലാണ് കൊള്ളക്കാർ തമ്പടിക്കുന്നത്. അപ്പോൾ പരോക്കിൽ നിന്ന് ആക്രമണം തുടങ്ങാം. അരുത്. പരോക്കിന് മുമ്പായി നാം ലസോജാനിൽ ആക്രമിക്കും. സുജാൻപൂരിലെ രാജാവിന്റെ സംരക്ഷണമുള്ളതുകൊണ്ടാണ് കൊള്ളക്കാർ ഇത്രയും ശക്തരായിരിക്കുന്നത്. നമ്മുടെ ഗ്രാമത്തിൽ കൊള്ള നടത്തുകയെന്നാൽ മുഗൾ വംശത്തെ കൊള്ളയടിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ നാം അങ്ങനെ ഒരു ശിക്ഷ തന്നെ നൽകേണ്ടി വരും. ഇനി ഒരു തവണ ആരെങ്കിലും ഒരു കുറ്റവാളിക്ക് ആശ്രയം നൽകുന്നതിന് മുമ്പായി ഒരു 100 വട്ടം ചിന്തിക്കും. പിന്നെ ഓർമ്മിക്കുക, നാം അവരെ അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കണം, അവർക്കിത് മനസ്സിലാകുന്ന വിധത്തിൽ. ജലാലിന്റെ മുമ്പിൽ അനീതി കാണിച്ചാലുള്ള ശിക്ഷ എന്തായിരിക്കുമെന്ന്. യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയാലും വളരെ വേഗം തന്നെ പുറപ്പെടാനുള്ള ഉത്തരവ് നൽകുക. ഉത്തരവ് പോലെ ഷഹൻഷാ. പൊക്കോളൂ. അവിടത്തേക്ക് അറിയാമോ നാം അവിടുന്ന് ഇവിടേക്ക് വിളിപ്പിച്ചത് എന്തിനാണെന്ന്? നാം അടിക്കടി അവിടുന്ന് കാണാൻ വന്നാൽ അവിടത്തേക്ക് തോന്നും നാം അവിടുത്തെ ഉത്തരവിനെ കാത്തു നിൽക്കുകയാണെന്ന്. അതുകൊണ്ടാണ് നാം അവിടുന്ന് ഏകാന്തവാസത്തിൽ നിന്നും പുറത്തേക്ക് വിളിപ്പിച്ചത്. നമുക്ക് അങ്ങയോടൊന്നും തന്നെ സംസാരിക്കാനില്ല. അങ്ങ് നമ്മുടെ അനുജത്തിയുടെ ജീവിതം കൊണ്ട് പന്താടുകയാണ്. നാം അവിടത്തേക്കൊരു ശുഭവാർത്ത നൽകാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് നമ്മോട് സന്തോഷവാർത്ത പറയുമെന്നോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. വളരെ ബുദ്ധിമതിയാണ് അവിടുന്ന് ജോധാ ബീഗം. കൈപ്പുള്ള കാര്യമാണ്, പക്ഷെ സത്യമാണ്. നാം അവിടത്തേക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്തോഷവാർത്ത ഇതാണ്: നാം 4 ദിവസത്തേക്ക് അവിടുത്തെ സഹോദരന്മാരെ ഏകാന്തവാസത്തിൽ നിന്നും മുക്തരാക്കുകയാണ്. നമുക്ക് വിശ്വാസമുണ്ട്, ഈ തീരുമാനത്തിന് പിന്നിലും അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഗൂഢമായ ഉദ്ദേശം ഉണ്ടാകും. സമ്മതിച്ചേ മതിയാകൂ. വളരെ നന്നായി ചിന്തിക്കുന്നുണ്ട് അവിടുന്ന്. ഖാൻ ബാബ പറഞ്ഞിരുന്നത് ശരിയാണ്. ഒരു വിഡ്ഢിയായ സുഹൃത്തിനേക്കാൾ ബുദ്ധിമാനായ ശത്രുവാണ് ഭേദമെന്ന്. നാം അങ്ങയുടെ മിത്രവുമല്ല, അങ്ങയുടെ ശത്രുവുമല്ല. അതുപോലെ അങ്ങയുടെ ശത്രുത ഉറപ്പിക്കാനായി
ഇപ്പോൾ എന്ത് പുതിയ ആസൂത്രണമാണ് നടത്തിയിരിക്കുന്നത്? അവിടുത്തെ സഹോദരന്മാരെ സുജാൻപൂരിലേക്ക് യുദ്ധത്തിനായി അയക്കുകയാണ്. മുഗളന്മാർ ഒരുപാട് ഹിന്ദുക്കളുടെ രക്തം ചീന്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദു മറ്റൊരു ഹിന്ദുവിനെ കൊല്ലുമ്പോൾ കൂടുതൽ രസകരമായിരിക്കും. പ്രതികാരം ചെയ്യുകയല്ലേ വേണ്ടത്? അത് നമ്മോടായിക്കൂടെ? അങ്ങ് നമ്മെ ജീവനോടെ ഇരിക്കാനല്ലേ ആഗ്രഹിച്ചത്? നമ്മെ ഇരിച്ചോളൂ. പക്ഷെ നമ്മുടെ ജ്യേഷ്ഠന്മാരെ കൊണ്ട് ഈ പാപം ചെയ്യിക്കുന്നത് എന്തിനാണ്? അവരെ എന്തിനാണ് ഹിന്ദുക്കൾക്കെതിരായി യുദ്ധം ചെയ്യിക്കുന്നത്? ഇത്ര വേഗത്തിൽ ക്രോധിതയാകാതിരിക്കൂ ജ്യോതാബീഗം. ഇപ്പോഴും അവിടുന്ന് കാര്യങ്ങൾ മുഴുവനായി കേട്ടിട്ടില്ല. നാം ആഗ്രഹിക്കുന്നത് ഭഗവാൻ ദാസ് സ്വയം ആ രാജകുമാരനെ വധിക്കണമെന്നാണ്. അയാളെ അവിടുത്തെ അനുജത്തിയുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന. അതെ, അതായത് ഇപ്പോൾ തന്നെ അവർക്ക് ആക്രമണത്തിന്റെ വാർത്ത ലഭിച്ചിട്ടുണ്ടാകും. അവർ ഈ ബന്ധം വേണ്ടെന്നും വെച്ചിട്ടുണ്ടാകും. അത് നന്നായി. ഭഗവാൻ ദാസിന് അയാളെ കൊല്ലാനുള്ള ബുദ്ധിമുട്ട് കുറയും. ഇപ്പോൾ സന്തോഷവാർത്ത പൂർണ്ണമായി ജ്യോത. ഇപ്പോൾ നാം നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിന് സന്തോഷം പങ്കിടുന്നതാണ്. എന്നാൽ അവിടുന്ന് ഒറ്റയ്ക്കിരുന്ന് സ്വന്തം അനുജത്തിയുടെ ഭാവി ഭർത്താവിന്റെ മരണത്തിൽ വേദനിക്കും. നാം അല്ലെങ്കിൽ തന്നെ അന്നേ ഒറ്റയ്ക്കായി കഴിഞ്ഞു ഷെൻഷാ. ഏത് ദിവസമാണോ അങ്ങ് നമ്മെ അമീറിൽ നിന്നും അകറ്റിയത്, അന്ന് പിന്നെ വേദനിക്കുന്ന കാര്യം നാം നമ്മുടെ സഹോദരിക്കായി ഉറപ്പായും വേദനിക്കുന്നതാണ്. അവിടുന്ന് ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ കാണുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷം കിട്ടുന്നുവെന്ന് വാക്കുകളിൽ പറയാൻ പോലും സാധിക്കുന്നില്ല. പക്ഷേ വിഷമിക്കാതിരിക്കൂ ജ്യോതാബീഗം. അത്ര വേഗം നാം അവിടുന്ന് കൊന്നുകളയുകയില്ല. ഇപ്പോൾ നമ്മോട് വിദ്വേഷമാണോ അതോ വെറുപ്പാണോ തോന്നുന്നത്? വെറുപ്പ് തോന്നുന്നത് നമുക്ക് നമ്മോട് തന്നെയാണ്. ഏത് വ്യക്തിയുമായാണോ നമ്മുടെ വിവാഹം നടന്നത്, അയാളുടെ ചിന്ത ഇത്രയും മോശമാണല്ലോ എന്നോർത്ത് മറ്റുള്ളവരുടെ ദുഃഖത്തെ ഉത്സവമാക്കി മാറ്റുന്ന വിധത്തിൽ. അവിടത്തേക്ക് പോകാൻ നാം ഉത്തരവ് നൽകിയില്ല ജ്യോതാബീഗം. എങ്കിലും നാം പോകും. കാരണം നമുക്ക് തോന്നുന്നില്ല ഇനിയും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന്. നാം സമ്മതിക്കുന്നു ഈ യുദ്ധം നമ്മുടെ നിസ്സഹായാവസ്ഥയാണെന്ന്. എന്നാൽ നൽകിയ വാക്കും പിന്നെ ഉണ്ടായ ബന്ധത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ വംശത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങൾ 4 പേരും യുദ്ധത്തിനാണ് പോകുന്നത്, ഓർമ്മിക്കുക. ഷഹൻഷാ വെറും ഷഹൻഷാ മാത്രമല്ല, നമ്മുടെ മരുമകനും കൂടിയാണ്. അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. അങ്ങ് വിഷമിക്കാതിരിക്കൂ പിതാശ്രീ. അങ്ങയുടെ മാനത്തെയും അമീറിന്റെ അഭിമാനത്തെയും നാം ഒരിക്കലും ഇല്ലാതാക്കില്ല. ആയുഷ്മാൻ ഭവ. നാം യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. അവിടുത്തെ ആരോഗ്യം ശരിയല്ലെന്ന് ചിന്തിച്ചപ്പോൾ ഇവിടേക്ക് വന്ന് അനുഗ്രഹം വാങ്ങാമെന്ന് കരുതി. ഉമ്മയുടെ പ്രാർത്ഥന എല്ലായ്പ്പോഴും മകനോടൊപ്പം കൂടെ തന്നെ ഉണ്ടാകും ജലാൽ. പക്ഷെ നാം ആഗ്രഹിക്കുന്നത് നീ ജ്യോതാബീഗം അണിയിക്കുന്ന തിലകവുമായി വേണം ഇവിടെ നിന്ന് പോകാനെന്ന്. തിലകമോ? അതെ, അവരുടെ രാജ്യത്തിന്റെ നീതിയാണത്. എപ്പോൾ ഭർത്താവ് യുദ്ധത്തിനായി പോകുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഹിന്ദു റാണിമാർ അദ്ദേഹത്തിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആഗ്രഹം പോലെ ഉമ്മ. ജ്യോതാബീഗത്തെ അവരുടെ ഏകാന്തവാസത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരൂ. പടച്ചവൻ നിനക്ക് ദീർഘായുസ് നൽകട്ടെ ജലാൽ. പിന്നെ നീതി നിർവഹിക്കാനുള്ള കഴിവും നൽകട്ടെ ജലാൽ. നമുക്ക് മനസ്സിലാകുന്നില്ല രേഷ്മ, ജലാൽ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്.
എന്തിനാണ് മഹാറാണിയുടെ വാക്ക് കേട്ട് ബീഗം ജ്യോതിയെ ഏകാന്തവാസത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്? പറയാറുണ്ടോ മഹമങ്ക, ഷെഹൻഷായുടെ മനസ്സിലുള്ളത് പടച്ചവന് പോലും അറിയാൻ കഴിയില്ലെന്ന്. പിതാശ്രീ, അങ്ങ് ജ്യേഷ്ഠന്മാരെ അവിടേക്ക് കൊണ്ടുപോകരുത്. അവിടെ നമുക്ക് സ്വന്തം അനുജത്തിക്കെതിരായി ഉടവാൾ ഉയർത്തേണ്ടി വരും. സുജാൻപൂരിലാണ് സുകന്യയുടെ ബന്ധം ഉറപ്പിച്ചിരിക്കുന്നത് അച്ഛാ. ഉണ്ടാകാൻ പോകുന്ന ബന്ധത്തിന് വേണ്ടി ഉള്ള ബന്ധത്തെ അപ്പാടെ തകർക്കാൻ കഴിയില്ല. സുകന്യയ്ക്ക് വേണ്ടി എനിക്ക് നിന്റെ കുടുംബം തകർക്കാൻ കഴിയില്ല മോളെ. ഷെഹൻഷാ ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ മക്കൾ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന്, എങ്കിൽ അത് തന്നെ നടക്കട്ടെ. അദ്ദേഹം നിന്റെ ഭർത്താവാണ്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ടത് നിന്റെ കർത്തവ്യമാണ്. മറ്റുള്ളവരെ പറഞ്ഞു വശത്താക്കാൻ ജലാലിനെ കണ്ടു പഠിക്കണം. നാം കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ചടങ്ങുകൾ അനുസരിച്ച് ഭർത്താവ് യുദ്ധത്തിന് പോകുമ്പോൾ ബീഗം അയാളുടെ നെറുകയിൽ വിജയതിലകം ചാർത്തണമെന്നത്. എന്നിട്ട് പ്രാർത്ഥിക്കുമെന്ന് അയാൾ സ്വന്തം ഉടവാൾ കൊണ്ട് തന്റെ ശത്രുക്കളുടെ ശിരസ് ഛേദിക്കണമെന്ന്. നാം മറന്നുപോയിരുന്നു അവിടുന്ന് എല്ലാ ആചാരപ്രകാരവുമാണ് നമ്മുടെ കൊട്ടാരത്തിലേക്ക് വന്നതെന്ന്. നാം ആഗ്രഹിക്കുന്നതും അവിടുന്ന് അതെല്ലാം പാലിക്കണമെന്നാണ്. നമുക്ക് സ്വന്തം ശത്രുക്കളുടെ ശിരസ്സെടുക്കാൻ പ്രാർത്ഥിച്ച് തിലകം ചാർത്തണമെന്ന്. ഇനി അത് അവിടുത്തെ ബന്ധുക്കളാകാൻ പോകുന്നവരായ ശത്രു എപ്പോഴും ശത്രു തന്നെയാണ്. അവരുടെ വാക്കുകൾ നാം കേൾക്കരുത്. ഓം മംഗളം സ്ഥിതികാരകനായ വിഷ്ണു മംഗളം പുണ്ടരീകാക്ഷായ അഭവതി. ഒരു ഹിന്ദു ബീഗത്തിന്റെ കൈകളാൽ തിലകം ചേർത്തുന്ന ആ ഉടവാൾ കൊണ്ട് മറ്റൊരു ഹിന്ദുവിന് നേരെ യുദ്ധം ചെയ്യുന്നു. പിന്നെ ഹിന്ദുക്കൾക്കെതിരായി നിൽക്കുന്നത് ഹിന്ദു ബീഗത്തിന്റെ സഹോദരന്മാരും. ഷെഹൻഷായ്ക്ക് വിജയത്തിനായി ഉടവാൾ നൽകിയാലും